ഹലോ, ഇന്ന് വിജയദശമി ഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഫസ്റ്റ് തന്നെ ഞാനും അനിയത്തിയും കൂടി ഒരു സിൽവർ റിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ പോയി. ഞങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 റിംഗ് പർച്ചേസ് ചെയ്തു. അതിനുശേഷം കുറച്ച് ഹോസ്റ്റൽ എസൻഷ്യൽസ് വാങ്ങാനായിട്ട് ഞങ്ങളൊരു കടയിൽ പോയി. അവിടെ നിന്ന് അത്യാവശ്യം ഹോസ്റ്റലിലേക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ എപ്പോൾ ഒറ്റപ്പാലത്ത് പോയാലും ഫുഡ് കഴിക്കുന്ന കടയാണ്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമുക്കിവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനും അമ്മയും അനിയത്തിയും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടി അവിടുന്ന് ഫുഡ് കഴിച്ചു. ശ്രേയ ഒരു സദ്യ ഫാൻ അല്ലാത്തതുകൊണ്ട് തന്നെ അവളൊരു വെജ് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. ഫുഡ് കഴിച്ച് ഞങ്ങൾ റെഡിയായി. പിന്നെ നമ്മൾ ബിൽ പേ ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബിൽ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു ഹോട്ടൽ ശ്രീലക്ഷ്മി. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ ബസ് കയറി നമ്മൾ റിസോർട്ടിലോട്ടാണ് പോയത്. നമ്മുടെ നിയർ തിരുവില്ലാമല തന്നെയായിരുന്നു ഈ റിസോർട്ടുള്ളത്. ആനമല എന്നായിരുന്നു റിസോർട്ടിൻ്റെ പേര്. കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ തന്നെ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. മെയിൻലി എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അവൾ ഈ വെക്കേഷനായിട്ടിപ്പോൾ വിജയദശമിയുടെ 4 ദിവസം ലീവ് കിട്ടിയിട്ട് എവിടെയും പോയില്ല എന്ന് പറഞ്ഞ് അതിനു വേണ്ടി പോയതാണ്. ഇവിടെ ഒരു പാർക്കും വരുന്നുണ്ട്. പിന്നെ കൈത്രി അങ്ങനത്തെ മിഷനായിട്ടൊരു വീട് പോലത്തെ സ്ഥലമുണ്ട്. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് ഓർത്തു. പിന്നെ നമ്മൾ കുറേ ചെടികളും അങ്ങനെയൊക്കെ കണ്ടങ്ങ് നടന്നു. ചെടികളൊന്നും പറിക്കരുതെന്ന് പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ പോയത് തന്നെ അനിയത്തിക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻ്റൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി അടിപൊളിയാവും. ഹോം സ്റ്റേ ഇപ്പോൾ അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ ഈവനിങ് വരുന്നുണ്ടായിരുന്നു. അതൊരു ഫിഷ് സ്പാ സെൻ്റർ ആയിരുന്നു. അത് പിന്നെ അവിടെ ഹോം സ്റ്റേയുടെ ബിൽഡിങ്സാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ വരുന്നത്. അപ്പുറത്താണ് പാർക്ക് വരുന്നത്. ഇതാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഹൽദി പരിപാടികളോ അങ്ങനത്തെയൊക്കെ നടത്താനും ഒരു സ്പേസ് ഉണ്ട്. അമ്മയും ഞാനും അനിയത്തിയും കൂടിയാണ് ഇത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചെന്നത്. ഇവിടെ നമുക്ക് കുറേ പിക്കൊക്കെ എടുക്കാം. അവിടെ ഒരു സ്റ്റേജ് വരുന്നുണ്ട്. ഇതിലാണ് സ്വിമ്മിംഗ് പൂൾ. ഇവിടെയാണ് സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സൊക്കെ ഇവിടെ നടത്താനുള്ള സൗകര്യം അവിടെയുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ പാർക്കിൻ്റെ സൈഡിലെത്തി. അപ്പോഴാണ് അപ്പുറത്ത് വാട്ടർ തീം പാർക്ക് പോലെ എന്തോ ഒരു ചെറിയ സെറ്റപ്പ് അവൾ കണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോവുക. അതിൻ്റെ 2 സൈഡിലും വെജിറ്റബിൾസ് നിറയെ ഗാർഡൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ എത്തിയപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഗാർഡനിങ് അടിപൊളിയാണ്. ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. എൻട്രി ഫീസ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറാൻ എക്സ്ട്രാ പേ ചെയ്യണം. ഈവനിങ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പോയ സമയത്ത്. ദെൻ നമ്മൾ തിരിച്ച് പാർക്കിലേക്ക് തന്നെ പോയി. പോകുന്ന വഴി മൊത്തം നമ്മൾ ഈ ചെടികളെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പം നമ്മൾ പല വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നത് നമ്മുടെ പണ്ട് അമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ചെടിയാണ് ഇത്, ഇതിൻ്റെ ഒരു തൈ വേണം, ഇത് രസമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. പാർക്കിൽ കളിക്കുന്നതിനൊന്നും പേ ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് അവളെല്ലാത്തിലും കയറി. അവൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടൈം പീരീഡ് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവൾ ഒറ്റയ്ക്ക് അങ്ങ് കളിക്കാൻ തുടങ്ങി. പിന്നെ അവളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ ഫുള്ളിങ്ങനെ എങ്ങനെയാണെന്നറിയാതെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. ഞാനും അമ്മ സൈഡിലെല്ലാം ഒരു ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിലവളെ കിട്ടിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവൾക്ക് അതിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുവിധം അതിൽ ഇറങ്ങി വന്നത്. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞ കൈത്രി. നമ്മൾ കുത്താമ്പള്ളി ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഇത് കുത്താമ്പള്ളി ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥലം. അവിടെ ഇതിൻ്റെ വില്ലേജാണ്. ഇതന്നെ അവർക്ക് അവിടെ വരെ പോകാത്തവർക്ക് വേണ്ടി പിള്ളേർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ്. അതിൽ നമ്മുടെ പണ്ടത്തെ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ ആയിട്ടുള്ള എല്ലാം കൈത്തറി സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവിടെ തന്നെ കുറച്ച് സാരിയും പർച്ചേസ് ചെയ്യാം നമുക്ക്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ പുറത്തെ വ്യൂ. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു കോളമൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം.